പരീക്ഷയൊന്നുമില്ലാതെ വീടിനടുത്ത് തന്നെ ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കുവാനായിട്ടുള്ള ഒരു നല്ല അവസരം ഞാൻ സൂചിപ്പിക്കാം. അതും ഏതാണ്ട് 28,000-ഓളം തൊഴിൽ അവസരങ്ങൾ. നിങ്ങളൊരു SSLC 10ാം ക്ലാസ് കഴിഞ്ഞവരാണോ, അല്ലെങ്കിൽ +2 ഡിഗ്രിയോ PG ഒക്കെ കഴിഞ്ഞവരാണോ, നിങ്ങൾക്കുള്ള ഒരു സുന്ദരൻ അവസരമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള 3 തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ത്യ പോസ്റ്റ് GDS 2026 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പോസ്റ്റ് ഓഫീസുകളിലെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതേപോലെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതേപോലെ ദക് സേവക്, ഈ 3 തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ എൻട്രി ക്വാളിഫിക്കേഷൻ വളരെ സിമ്പിളാണ്. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് മാത്രമല്ല, അതാത് സ്റ്റേറ്റിലെ പ്രാദേശിക ഭാഷ, ഉദാഹരണത്തിന് കേരളത്തിലാണെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ബേസിക് കമ്പ്യൂട്ടർ സ്കില്ലും കാണണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന അവസരങ്ങളാണ്. പ്രായം 18 വയസ്സിനും 40 വയസ്സിന് ഇടയിലായിരിക്കണം. ഓർക്കുക, റിസർവേഷൻ ഉള്ളവർക്ക് 55 വയസ്സ് വരെ റിലാക്സേഷൻ ഉണ്ട് എന്നും അറിയുക. അപ്പം ലാർജ് നമ്പർ ഓഫ് ഓപ്പണിങ്സ്, എൻട്രി ക്വാളിഫിക്കേഷൻസ് വളരെ സിമ്പിളാണ്. ഇതിന്റെ ശമ്പളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 29,000 രൂപ വരെയാണ് പ്രതി മാസ ശമ്പളം. അത് ഓരോ തസ്തികയിലും വ്യത്യസ്തമായിരിക്കും. 10,000 മുതൽ 29,000 രൂപ വരെ ശമ്പളമുണ്ട്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നതിനുള്ള ശമ്പളമുണ്ട്. അതുകൊണ്ട് തന്നെ ശമ്പളം അത്ര മോശമാണ് എന്ന് പറയാൻ കഴിയില്ല. ടൈം റിലേറ്റഡ്, സമയബന്ധിതമായിട്ടുള്ള ഒരു പാക്കേജാണ് ഈ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം. അപ്പോൾ 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ വർക്ക് ചെയ്താൽ മതിയാകും എന്നതുകൊണ്ട് തന്നെ ഇതിനൊരു പാർട്ട് ടൈം ആയിട്ട് ജോബായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് ഈ 4 മണിക്കൂർ 5 മണിക്കൂർ ജോലി ചെയ്തതിന് ശേഷം ബാക്കി സമയം മറ്റ് ജോലികളിൽ ഏർപ്പെടുന്നതിനും വരുമാനം ഉണ്ടാക്കുന്നതിനും ഒന്നും തടസ്സമല്ലതാണ്. അപ്പം ഏതാണ്ട് 28,000-ഓളം ഒഴിവുകളിലേക്ക്, കേരളത്തിൽ മാത്രം 1000-ലധികം ഒഴിവുകളിലേക്ക് മിനിമം 10ാം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കുള്ള അവസരമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓർക്കുക, സെലക്ഷന് പരീക്ഷയോ ഇന്റർവ്യൂവിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല, മറിച്ച് നിങ്ങളുടെ 10th മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിലൊക്കെ മികച്ച മാർക്കുള്ളവർക്ക് ലഭ്യമാകുന്ന അവസരങ്ങളാണ്. ഓർക്കുക, ഈ പോസ്റ്റ് ഓഫീസിലെ ജോലി അത്ര തലവേദന പിടിച്ച ജോലിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരു 4-5 മണിക്കൂർ റിലാക്സ് ചെയ്ത് ജോലി ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ശമ്പളം നേടുവാനായിട്ടുള്ള ഒരു നല്ല അവസരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് ഫെബ്രുവരി 16 വരെ ആയിരിക്കും സമയമുള്ളത്. ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോകും. അവിടെ പോയിട്ട് ഇന്ത്യ പോസ്റ്റ് GDS എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഓൺലൈനായിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. വേറെ അഡീഷണൽ ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. ആപ്ലിക്കേഷൻ നൽകുക. ഫെബ്രുവരി 16-നകം 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. എന്നാൽ SC ST അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ രജിസ്ട്രേഷൻ ഫീ വെയ്വർ കിട്ടുകയും ചെയ്യും. താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നൽകാൻ മറക്കല്ല്. ഇതേപോലെയുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.